നമ്മുടെ ഒരു കുഞ്ഞു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഒരു ബീഫ് അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ചിരുന്നാൽ നമുക്ക് എല്ലാ ദിവസവും ബീഫ് കൂട്ടിയിട്ട് ചോറ് കഴിക്കാം. അപ്പോൾ നല്ലൊരു കിടക്കാച്ചി അച്ചാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് ആദ്യം തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കിയ നമ്മുടെ ബീഫിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണ് മസാലപ്പൊടി. കാരണം നമ്മുടെ ഇറച്ചിക്ക് ഒരു മസാലയുടെ ടേസ്റ്റ് കൂടി വേണ്ടായി, അപ്പോൾ ആ മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് കുറച്ച് വെള്ളം മതി കേട്ടോ, വളരെ കുറച്ച് വെള്ളം മതി. വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തതിന് കുക്കർ അടച്ച് വെച്ച് നമുക്കൊന്ന് ഒരു 3 വിസിൽ അടുപ്പിച്ചെടുക്കാം. ഇറച്ചി വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞെടുക്കാം. ഒരു പച്ചമുളകും കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഇറച്ചി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്ത് വെള്ളം ഒന്ന് ഊറ്റി മാറ്റിയെടുത്ത ശേഷം നമുക്ക് ആ ഒരു ബീഫ് എണ്ണയിലേക്ക് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് ഫ്രൈ ചെയ്യേണ്ട, ചെറിയ രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് 2 സൈഡും ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ പരുവത്തിലാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ആറാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് ഞാൻ ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കടുക് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച് ഇഞ്ചി വെളുത്തുള്ളിക്കകത്തൊന്ന് കുറച്ചെടുത്തിട്ട് ഒരു ടേബിൾ സ്പൂണിന് വേണ്ടി എടുത്തിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ, ഇറച്ചിയിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അത് ആദ്യം ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ചതച്ചതൊരു ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്നത് പച്ചമുളകും കൂടി ചേർത്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വാടി വരണം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയം നമുക്ക് ഇതിനകത്തേക്ക് ഇനി വേണ്ട പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ്. അപ്പോൾ അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉലുവ കുറച്ച് അധികം ഇട്ടോ കേട്ടോ. അപ്പോൾ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ആ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പൊടിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ ആ ഒരു ബീഫിനകത്തുനിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വെള്ളമില്ലേ, ആ വെള്ളം ചേർത്ത് കൊടുക്കാം. അല്ല, നമ്മളിപ്പോൾ വെള്ളം വറ്റിച്ചെടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ആ ഒരു ബീഫ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് അങ്ങ് ഇളക്കിയെടുക്കാം കേട്ടോ. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാർ, ബീഫ് അച്ചാറൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും. അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പെരുന്നാൾ സമയമൊക്കെ ആയതിനെ കൊണ്ട് എല്ലാ വീടുകളിലും ബീഫൊക്കെ ഇരിപ്പുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് വെച്ചാൽ സ്കൂളിലൊക്കെ കുട്ടികൾ പോകുന്ന സമയമല്ലേ, അപ്പോൾ കുട്ടികൾക്ക് കൊടുത്തു വിടാനും നമുക്ക് ചോറ് കഴിക്കാനും എല്ലാം ഉപകാരപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വിനാഗിരി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പം നമ്മുടെ ഈ ഒരു ബീഫ് അച്ചാർ ഇവിടെ റെഡിയാണ് കേട്ടോ. ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. പിന്നെ ഇതൊരു ആറ് കഴിയുമ്പോൾ നല്ല ഒരു ഗ്ലാസ് കണ്ടെയ്നറിനകത്ത് ഇട്ട് വെച്ചിരുന്നാൽ നമുക്ക് കുറേ നാളിത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബീഫ് അച്ചാറിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോട് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.